Nalgonda, Telangana on 7th April and extrajudicial massacre of 20 woodcutters in Andhra Pradesh. Ma'am, they may be accused in a case. It doesn't give any right to any state government to kill them in the police custody. The people have been clamoring only for a judicial inquiry or at least a CBI inquiry. Where they will go, ma'am? Where they will go? Very shameful act of democratic India. KM സീതി സാഹിബിന് ശിഷ്യനായി MSFിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അഹമ്മദ് നൂറ്റാണ്ടിലേറെക്കാലം പാർലമെന്റിൽ പ്രവർത്തിച്ചു. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യ കേന്ദ്രമന്ത്രി കൂടിയാണ് അഹമ്മദ്. വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന കാലത്ത് പശ്ചിമേഷ്യൻ വിഷയങ്ങളുടെ പൂർണ്ണ ചുമതല അഹമ്മദിനായിരുന്നു. അതീവ സങ്കീർണമായ നിരവധി നയതന്ത്ര ദൗത്യങ്ങൾ അഹമ്മദ് വിജയകരമായി പൂർത്തീകരിച്ചു. ഇറാഖിൽ തീവ്രവാദികൾ ബന്ദികളാക്കിയ 3 ഇന്ത്യക്കാരെ ആഴ്ചകൾ നീണ്ട പരിശ്രമത്തിലൂടെ മോചിപ്പിച്ചത് അന്താരാഷ്ട്ര രംഗത്ത് പോലും ചർച്ചയായി. പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളുമായുള്ള ഇന്ത്യയുടെ സുശക്തമായ ബന്ധത്തിന് നിർണായക സംഭാവന നൽകിയ വ്യക്തി കൂടിയാണ് അഹമ്മദ്. ദേശീയ രാഷ്ട്രീയത്തിൽ അഹമ്മദ് ആർജിച്ചെടുത്ത സ്ഥാനം തന്നെയാണ് കേന്ദ്രമന്ത്രി പദവിയിൽ അദ്ദേഹത്തെ എത്തിച്ചത്. 1992 മുതൽ 97 വരെ 6 വർഷം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന സമിതിയിൽ അഹമ്മദ് അംഗമായിരുന്നു. UN-ൽ 27 പ്രസംഗങ്ങൾ അഹമ്മദ് നടത്തിയിട്ടുണ്ട്. വിദേശയാത്രകളും UN-ലെ പ്രവർത്തനവുമെല്ലാം പ്രതിപാദിച്ച് 4 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. അഹമ്മദ് ഓർമ്മയാകുന്നതോടെ മികച്ച ഒരു രാഷ്ട്രതന്ത്രജ്ഞനെ കൂടിയാണ് രാജ്യത്തിന് നഷ്ടമാകുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.